ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്കാണ് പോകേണ്ടത്. സംസ്ഥാന സർക്കാർ പമ്പയിൽ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലെ ലക്ഷ്യം സാമ്പത്തിക തട്ടിപ്പ് എന്ന വിമർശനം ശക്തം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാർ നീക്കമാണ് എന്നും ആക്ഷേപം ഉണ്ട്. പണസമാഹരണത്തിനായി അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടി. ആദ്യം ആ പ്രതികരണം കാണാം. ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം വിദേശത്തുള്ള ഇന്ത്യക്കാരിൽ നിന്നും പണം സമാഹരിക്കുക എന്നുള്ളതാണ്. ഇതൊരു സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ്. അല്ല ഭക്തജനങ്ങളെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനം സാധ്യമാക്കാനോ മറ്റു തരത്തിലോ അല്ല. അപ്പോൾ ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സർക്കാർ മുന്നിട്ടിറങ്ങി ഈ പണസമാഹരണമാണ് ഒരു ലക്ഷ്യം. മറ്റൊന്ന്, ഞങ്ങളും ഈ വിശ്വാസത്തിൻ്റെ സംരക്ഷകരാണ്, തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ, ആ വിശ്വാസത്തിൻ്റെ സംരക്ഷകരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ ആഗോള സമ്മേളനം, അയ്യപ്പ ഭക്ത സമ്മേളനം. ഈ പത്തനംതിട്ടയിൽ തന്നെ ഞങ്ങൾ എത്രയോ അയ്യപ്പ ഭക്ത സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ അയ്യപ്പ ഭക്ത സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അത് ശബരിമലയിലെ തന്ത്രി മുഖ്യൻ, മേൽശാന്തി, പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള രാജപ്രതിനിധികൾ, അതേപോലെ തന്നെ അമ്പലപ്പുഴ ആലങ്ങാട് സംഘത്തിൻ്റെ ഗുരുസ്വാമിമാർ, തലപ്പാറമല വില്ലൻ ഊരാളി, പള്ളിവേട്ട കുറുപ്പ് എന്ന് തുടങ്ങി ശബരിമലയുമായി ആചാരപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുരുസ്വാമിമാരെയും അയ്യപ്പ ഭക്തരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ അയ്യപ്പ ഭക്ത സമ്മേളനം നടത്തിയിട്ടുള്ളൂ. അത് അയ്യപ്പന്മാരുടെ സുഗമമായ തീർത്ഥാടനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ അന്നൊന്നും ഇതിനോട് സഹകരിക്കാത്ത സർക്കാരും ദേവസ്വം ബോർഡുമാണ് ഇപ്പോൾ ഇതാ ഒരു പുതിയ പദ്ധതിയുമായിട്ട് വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡും അല്ല പറഞ്ഞിരിക്കുന്നത്, മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മന്ത്രിക്ക് എന്താണ് ഈ അയ്യപ്പ ഭക്ത സമ്മേളനം നടത്താൻ ഉള്ള അവകാശം? അദ്ദേഹം മതേതരനല്ലേ? വിവരങ്ങളുമായി മിഥുൻ മുരളി ഉണ്ട്. മിഥുൻ, തെരഞ്ഞെടുപ്പാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ ആചാരം ലംഘിക്കപ്പെട്ടതും വിശ്വാസി സമൂഹത്തിന്റെ മതവികാരം വ്രണപ്പെട്ടതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് മുന്നിട്ടിറങ്ങിയ സർക്കാരാണ്. ആ സർക്കാർ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. രാഗി, ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ സർക്കാർ മുൻകൈയെടുത്തതും ഇടത് സർക്കാർ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത് വിശ്വാസികളിൽ ഉണ്ടാക്കിയ മുറിവും എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലെ പൊള്ളത്തരം ഹിന്ദു ഐക്യവേദി തുറന്നു കാട്ടുന്നത്. നിരവധി ഭക്തജനങ്ങളെ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ വേണ്ടി മുൻകൈയെടുത്തുകൊണ്ട് നിരവധി ഭക്തജനങ്ങളെ ജയിലിലടച്ച് കള്ളക്കേസുകൾ ചാർത്തി ഇവർക്കെതിരെ കൊടിയ പീഡനങ്ങൾ നടത്തിയ സംസ്ഥാന സർക്കാർ, ഇടത് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നതിന് പിന്നിൽ സാമ്പത്തിക നേട്ടം മാത്രമാണ് ലക്ഷ്യം എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്നു, ഇതിന് പിന്നിൽ സാമ്പത്തിക നേട്ടമാണ് സർക്കാർ ഉദ്ദേശം. വിദേശത്തു നിന്നും പണം സമാഹരിക്കാനുള്ള സർക്കാരിൻ്റെ ഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. ഇതിന് പിന്നിലുള്ള മറ്റൊരു നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഹൈന്ദവ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള ഒരു ഗിമ്മിക്കാണ് ഈ നടത്തുന്നത് എന്നുള്ളതുമാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ഹരിദാസ് വ്യക്തമാക്കുന്നത്. മലേഷ്യ, ശ്രീലങ്ക, US, UK തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി നിരവധി ഭക്തജനങ്ങളാണ്, ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ തീർത്ഥാടന കാലത്തും സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇങ്ങനെ എത്തുന്ന വിദേശത്തു നിന്നുള്ള ഭക്തജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ എന്ന രീതിയിൽ ചില തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് പണം സമാഹരിക്കുന്നതിനുള്ള ഫണ്ട് വിദേശത്തു നിന്നും കൂടുതലായി കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടിക്ക് പിന്നിൽ എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയും മറ്റ് പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന വിമർശനം. ഈ നേരത്തെയും ഹൈന്ദവ സംഘടനകൾ, അയ്യപ്പ സംഘടനകൾ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ അയ്യപ്പ ഭക്ത സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും സർക്കാരിൻ്റെ യാതൊരു പിന്തുണയും ലഭിച്ചിട്ടില്ല എന്നു മാത്രമല്ല, ആചാരാനുഷ്ഠാനങ്ങൾ തകർത്തെറിയാൻ മുന്നിട്ടിറങ്ങുകയാണ് സർക്കാർ ആ സമയത്തെല്ലാം ചെയ്തിട്ടുള്ളത്. വിവിധ കർമ്മ പദ്ധതികൾ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തെമ്പാടും നടപ്പിലാക്കുന്നുണ്ട്. അയ്യപ്പ സംഗമങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അന്നൊന്നും യാതൊരു രീതിയിലും ഇടപെടാത്ത, യാതൊരു പിന്തുണയും അയ്യപ്പ ഭക്ത സംഘടനകൾക്ക് നൽകാത്ത സർക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗൂഢ നീക്കവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കുന്നു. ശബരിമലയിൽ തന്നെ വിവിധ അയ്യപ്പ സംഘടനകൾ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ വർഷങ്ങളോളം നടത്തിപ്പോന്നു. അങ്ങനെ ശബരിമലയിൽ ഉണ്ടായിരുന്ന അയ്യപ്പ സംഘടനകളെ പുറത്താക്കുന്നതിന് വേണ്ടി, നേരിട്ട് ശബരിമലയുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി, അത് ദേവസ്വം ബോർഡ് വഴിയല്ല, ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സർക്കാർ നേരിട്ട് ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള നീക്കങ്ങൾ, ശ്രമങ്ങൾ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നടത്താൻ പോകുന്ന സെപ്റ്റംബർ 3-ാം വാരം നടത്താൻ പോകുന്ന പമ്പയിൽ നടത്തുന്ന
ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്താൻ മതേതരനായ മന്ത്രിക്ക്, ദേവസ്വം മന്ത്രിക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നു. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ മന്ത്രി എങ്ങനെയാണ് നേരിട്ട് ഇടപെട്ട് ഈ ഭക്തജനങ്ങളുടെ സംഗമം സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് പ്രധാന ചോദ്യമായി, വിമർശനമായി ഉയർന്നു വരികയും ചെയ്യുന്നത്. ഹൈന്ദവ സംഘടനകളുമായി ഇത്തരത്തിൽ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആലോചനകൾ നടത്തേണ്ടതാണ്. പക്ഷേ ഹൈന്ദവ സംഘടനകളൊന്നുമായിട്ട് യാതൊരു കൂടിയാലോചനകളും നടത്താതെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി സർക്കാർ മുന്നിട്ടിറങ്ങുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട വിമർശനമാണ്. കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഹൈന്ദവ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ തന്ത്രമാണ് ഈ നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക നേട്ടം, അത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരെ കബളിപ്പിച്ചുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ചില മാസ്റ്റർ പ്ലാനുകൾ നടപ്പാക്കാനുണ്ട് എന്നുള്ള രൂപരേഖ ഒക്കെ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഫണ്ട് തട്ടുന്നതിന് വേണ്ടിയുള്ള, സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ പമ്പയിൽ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നു. ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നടപ്പാക്കാതെ ഓരോ തീർത്ഥാടന കാലം എത്തുമ്പോഴും അയ്യപ്പ ഭക്തർ വലയുന്ന, അടിസ്ഥാന സൗകര്യ അപര്യാപ്തതയിൽ വലയുന്ന കാഴ്ചയൊക്കെയാണ് സന്നിധാനത്ത് നിന്ന് പലപ്പോഴും കാണുന്നത്. അത് ആവർത്തിച്ച് കാണുന്ന കാര്യവുമാണ്. പക്ഷേ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, കുളിമുറി, ശുചിമുറി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഭക്തർക്ക് എന്തായാലും അടിസ്ഥാന സൗകര്യ വികസനമാണ് ആദ്യം വേണ്ടത്. അതിന് പകരം ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസി സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുക, തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പല നമ്പറുകളുമായി സർക്കാർ മുന്നിലേക്ക് വരുന്നുണ്ട്. അത് വെച്ചുപുറപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ഹിന്ദു ഐക്യവേദിയും ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ്. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേള.